കണ്ണ് തുറക്കുന്നത് ജനിച്ചാലാണ്, കാതും മൂക്ക് കൊണ്ട് മണക്കുന്നത് ജനിച്ചാലാണ്, ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നത് ജനിച്ചാലാണ്. പക്ഷെ കാത് മുളക്കുന്നതോ ജനിക്കുന്നതിന് മുമ്പാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കും 5-ാം മാസം കാത് മുളക്കും കുട്ടിക്ക്. ആ സമയത്ത് കേൾക്കുന്ന താളമാണ് അവൻ്റെ താളം. അതുകൊണ്ട് പഴയ തലമുറയിൽപ്പെട്ട അമ്മമാർ ഗർഭിണികളോട് അധ്വാനിക്കാൻ പറഞ്ഞിരുന്നത് എന്തിനാ? അമ്മിയിലിട്ട് അരക്കാൻ പറഞ്ഞത്, ഉരലിട്ട് കുത്താൻ പറഞ്ഞത് കീറില്ലാത്ത പേറിനല്ല, സിസേറിയൻ ഒഴിവായി കിട്ടാൻ വേണ്ടി മാത്രമല്ല. ആ താളം കുട്ടി കേൾക്കുന്നുണ്ട്, ആ പാട്ട് കുട്ടി കേൾക്കുന്നുണ്ട്. അമ്മിയുടെ താളം കുഞ്ഞിനു തീറ്റ കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ, ഉതിർമണി ഒന്നു കോറിച്ചുകൊണ്ടേ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ. ഊഞ്ഞാലിൻ്റെ താളം അത് കുട്ടിക്കറിയുന്നു. നെല്ല് കുത്തുന്ന താളം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണെടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ല് കുത്തലാണെടോ. നെല്ല് കുത്തലെങ്ങനാടി മോതിരക്കൂറത്തി, നെല്ല് കുത്തലിങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ. ഈ താളം കേട്ട കുട്ടിക്ക് പഴയ പാട്ടിഷ്ടാണ്, പക്വതയുണ്ട്. ഇന്ന് ആരെങ്കിലും അമ്മിയിലിട്ടരക്കോ? ഒരലിട്ട് കുത്തുവോ? ഡോക്ടറെ കാണിക്കാൻ പോയാൽ ഉടനെ ഡോക്ടർ പറയും അനങ്ങരുത്, ബെഡ് റെസ്റ്റാണ്. അങ്ങോട്ട് നല്ല ഉഷാറ് പോവും. ഇങ്ങോട്ട് വരുമ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വൈക്കോലും വണ്ടി വരുമ്പോൾ വരിക, തട്ടാണ്ട് മുട്ടാണ്ട് പേടിച്ചിട്ടാണ് നടക്കുക. കാരണം ഇവർക്ക് പേടിയാ. ഇവള് പെറ്റ കുട്ടി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരുന്നു, കത്തിയെടുത്ത് കുത്തുന്നു. കാരണം ഇവൻ കേട്ട താളം അമ്മീൻ്റെ അല്ല, ഒരലിൻ്റെ അല്ല, സ്വിച്ച് ഇടുമ്പോൾ റേസ് ആവുന്ന മിക്സിയാ. അതാണ് പുതിയ കുട്ടികളുടെ ടെമ്പർമെന്റ് അല്ലേ? അമ്മിയിലിട്ടരച്ച അമ്മ പെറ്റ മോനോട് കാനന ചായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അവൻ്റെ മറുപടി അമ്മിയുടെ താളത്തിലാ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. പോറ്റി വലുതാക്കി അച്ഛൻ അമ്മയൊന്നും മറക്കരുത്. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ. എന്നാൽ മിക്സിയുടെ താളമുള്ള കുട്ടിയവനോട് ഇന്നൊരു കുട്ടി ഇതേ ചോദ്യം ചോദിക്കുന്നു, ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടുമേയ്ക്കാൻ കാടിനുള്ളിൽ. മറുപടി ഒരു പുന്നാരേ ഒരു പുന്നാരേ. കാലത്തിന്റെ താളം മാറുന്നതിന് കണക്കായി പാട്ടിറങ്ങിയില്ലേ? അവന്റെ വൈകാരികമായ ശേഷി. കരയണം, നമ്മുടെ മക്കൾ കരയണം. എപ്പോ? മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് അവൻ കരയുന്നത് കണ്ടാൽ നിങ്ങൾ അഭിമാനിക്കുക.